ഭക്തരെ പരാഭക്തരെന്നും അപരാഭക്തരെന്നും വിഭജിക്കാറുണ്ട്. അപരാഭക്തരുടെ മറ്റൊരു പേരാണ് ഗൗണീ ഭക്തർ എന്നത്. ഗൗണമായ ഭക്തിയോട് കൂടിയവർ എന്നർത്ഥം. ഗൗണമെന്ന് പറഞ്ഞാൽ മുഖ്യമല്ലാത്തത് എന്നും ഗുണവുമായി ബന്ധപ്പെട്ടതെന്നും അർത്ഥം. പരമമായ ഭക്തിയിലേക്ക് ഉയർന്നിട്ടില്ലാത്തവരാണിവർ. പരാഭക്തരും ഗൗണീഭക്തരും സങ്കല്പിക്കുന്നത് വിഭിന്നമായ രീതിയിലായിരിക്കും. ഗൗണീഭക്തന്മാരെ പിന്നെയും മൂന്നായി വിഭജിക്കാം: ആർത്തനെന്നും ജിജ്ഞാസുവെന്നും അർത്ഥാർത്ഥിയെന്നും. പരാഭക്തനെന്നും ഗൗണീഭക്തനെന്നും പറയുമ്പോൾ ആരാണ് ഭക്തൻ എന്ന ചോദ്യം ഉയരാം. ഭക്തനെന്നു പറഞ്ഞാൽ ഭജനം ചെയ്യുന്നവൻ എന്നർത്ഥമുണ്ട്. ഭജ് എന്നതിന് സേവയെന്നും അർത്ഥമുണ്ട്. ഈശ്വര സേവ ചെയ്യുന്നവൻ ആരോ അവനാണ് ഭക്തൻ. അവൻ്റെ ഭാവമാണ് ഭക്തി. ഇനി ഗുരുവചനം കേൾക്കാം. നിങ്ങളുടെ ഹൃദയമാണ് കോവിൽ. അവിടെയാണ് ഈശ്വരനെ പ്രതിഷ്ഠിക്കേണ്ടത്. നല്ല ചിന്തകളാണ് അവിടത്തേക്ക് അർപ്പിക്കേണ്ട പുഷ്പങ്ങൾ. നല്ല പ്രവൃത്തികളാണ് പൂജ. നല്ല വാക്കുകളാണ് കീർത്തനം. പ്രേമമാണ് നൈവേദ്യം. മാതാ അമൃതാനന്ദമയി ദേവി. തുടർന്ന് ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവ അപരാധ ക്ഷമാപണ സ്തോത്രത്തിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം. നഗ്നോ നിസ്സംഗശുദ്ധസ്ത്രിഗുണ വിരഹിതോ ധ്വസ്തമോഹാന്ധകാരോ നാസാഗ്രന്യസ്തദൃഷ്ടിർവിദിതഭവഗുണോ നൈവ ദൃഷ്ട കദാചിത് ഉന്മന്യാവസ്ഥയാ ത്വാം വിഗതഗതിമതി ശങ്കരം ന സ്മരാമി ക്ഷന്തവ്യോ മേ പരാധ ശിവ 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 ഭോ ശ്രീമഹാദേവ ശംഭോ. നഗ്നോ നിസ്സംഗശുദ്ധസ്ത്രിഗുണ വിരഹിതോ ധ്വസ്തമോഹാന്ധകാരോ നാസാഗ്രന്യസ്തദൃഷ്ടിർവിദിതഭവഗുണോ നൈവ ദൃഷ്ട കദാചിത് ഉന്മന്യാവസ്ഥയാ ത്വാം വിഗതഗതിമതി ശങ്കരം ന സ്മരാമി ക്ഷന്തവ്യോ മേ പരാധ ശിവ 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 ഭോ ശ്രീമഹാദേവ ശംഭോ. സന്ധ്യാ